മാതാപിതാക്കളിലൂടെ ചെന്ന് ചേരുന്ന കുടുംബ ബന്ധങ്ങളെ ചേർക്കലാകുന്നു. ഉമ്മാന്റെ ആൾക്കാര്, ബാപ്പാന്റെ ആൾക്കാര്, അങ്ങനെയുള്ള മാതാപിതാക്കളിലൂടെ ചെന്ന് ചേരുന്ന കുടുംബ ബന്ധങ്ങൾ. ഉമ്മാന്റെ വാപ്പ, ബാപ്പാന്റെ വാപ്പ, അങ്ങനല്ലേ. ഉമ്മാന്റെ അമ്മ, വാപ്പാന്റെ അമ്മ, വാപ്പാന്റെ വാപ്പാന്റെ വാപ്പ, വാപ്പാന്റെ വാപ്പാന്റെ അഞ്ചൻ, ഉമ്മാന്റെ അഞ്ചത്തിന്റെ ഭർത്താവ്, അങ്ങനല്ലേ. ഉമ്മയിലൂടെയും ബാപ്പയിലൂടെയും എത്തിച്ചേരുന്ന കുടുംബ ബന്ധങ്ങൾ ചേർക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? നമ്മുടെ വീട്ടിലേക്ക് വിരുന്ന് വിളിക്കുകയും നമ്മൾ അവരിലേക്ക് വിരുന്ന് പോവുകയും ചെയ്യുക എന്നതാണ് ചേർക്കുക എന്ന് പറഞ്ഞാൽ. ഇതാണ് ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം, മാതാപിതാക്കൾക്ക് മുന്തിയ പരിഗണന നൽകുക. എല്ലാ ആൾക്കാരെക്കാളും, എല്ലാവരേക്കാളും, സ്വന്തത്തെക്കാളും മാതാപിതാക്കൾക്ക് മുന്തിയ പരിഗണന നൽകുക. ഞമ്മക്ക് പനി ഉണ്ടായിട്ട് ഡോക്ടറെ കാണാൻ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ബാപ്പാക്ക് പനി ഉണ്ടായാൽ കൊണ്ടുപോകണം. നമ്മളെക്കാൾ ബാപ്പാക്ക് പരിഗണന കൊടുക്കണം. മുന്തിയ പരിഗണന മാതാപിതാക്കൾക്ക് നൽകണം. എല്ലാവരേക്കാളും, മക്കളെക്കാൾ, പേരക്കുട്ടികളെക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, ആരെക്കാളും, ഏത് മനുഷ്യനേക്കാളും മാതാപിതാക്കൾക്ക് മുന്തിയ പരിഗണന നൽകുക എന്നതാണ് ഏഴാമത്തെ കാര്യം. എട്ടാമത്തെ കാര്യം, അകന്നാണ് താമസമെങ്കിൽ ഇടയ്ക്കിടെ സന്ദർശിക്കുക. രണ്ടാളും രണ്ടു കൂട്ടരും രണ്ട് പെരയിലാണ്. വാപ്പ തറവാട്ടിലാണ്, മകൻ വേറെ പെരയച്ചിട്ട് അവിടെയാണ് ഉള്ളത്. അകന്നാണ് താമസമെങ്കിൽ ഇടയ്ക്കിടെ സന്ദർശിക്കണം. എന്നും രണ്ടേരം പോയി കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ, രാവിലെയും വൈകുന്നേരവും. ദിവസത്തിൽ ഒരിക്കൽ കഴിഞ്ഞുള്ളൂ വെച്ചാൽ അങ്ങനെ. ഒന്നരാടം എന്തായാലും പോകണം. ആഴ്ചയിലൊരിക്കൽ പോകാതിരിക്കുകയോ വിളിക്കാതിരിക്കുകയോ ചെയ്യരുത്. ഗൾഫിലാണെങ്കിൽ പറ്റുമെങ്കിൽ ഒന്നരാടം വിളിക്കണം. ആഴ്ചയിലൊരിക്കലെങ്കിലും പോകാതിരിക്കുകയോ വിളിക്കാതിരിക്കുകയോ ചെയ്യരുത്. മാതാപിതാക്കൾ ദൂരത്താണെങ്കിൽ ഇടയ്ക്കിടെ സന്ദർശിക്കണം. അതാണ് എട്ടാമത്തെ കാര്യം. ഒമ്പതാമത്തെ കാര്യം, മാതാപിതാക്കളുടെ വസിയ്യത്തുകൾ നടപ്പിൽ വരുത്തലാണ്. മരണപ്പെട്ട മാതാപിതാക്കൾ അവർ നൽകിയിട്ടുള്ള വസിയ്യത്തിനെ നടപ്പിൽ വരുത്തുക. പത്താമത്തെ കാര്യം, ഉപ്പയെ ഉപ്പയാണെന്നും ഉമ്മയെ ഉമ്മയാണെന്നുമുള്ള ബോധം മരണം വരെ നിലനിർത്തുക എന്നതാണ്. വാപ്പ മരിച്ചാലും എൻ്റെ വാപ്പ എന്ന ബോധം, ഉമ്മ മരിച്ചാലും എൻ്റെ ഉമ്മ എന്നുള്ള ബോധം കുട്ടി മരിക്കുന്നത് വരേക്കും നിലനിർത്തുക എന്നതാണ്. ഇങ്ങനെ 10 കാര്യങ്ങൾ മാതാപിതാക്കളുമായുള്ള ബന്ധം നിലനിർത്തുന്നതിന് വളരെ അത്യാവശ്യമാണ്. ഇന്ന് ബന്ധങ്ങൾക്ക് തീരെ വിലയില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സാഹോദര്യ ബന്ധങ്ങൾക്കാണെങ്കിലും സൗഹൃദങ്ങൾക്കാണെങ്കിലും ഒന്നൊരു ബന്ധമില്ല. മാതാപിതാക്കളോടുള്ള ബന്ധം, മക്കളോടുള്ള ബന്ധം ഒന്നിനും വിലയില്ല. ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള ബന്ധം, ജ്യേഷ്ഠനും അനുജനും തമ്മിലും ഉണ്ടാത്തവരുണ്ടെങ്കിൽ, പെരുന്നാക്ക് പോലും പായസം കുടിക്കാൻ പോകാത്തവരുണ്ടെങ്കിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ നിർബന്ധമായും വായിക്കണമെന്നാണ്. 10 റുപ്യ കൊടുത്താൽ തിരുരങ്ങാടി ബുക്ക് സ്റ്റാളിൽ വാങ്ങാൻ കിട്ടും യൂസുഫ് നബിയുടെ കഥ. തിരുരങ്ങാടി ബുക്ക് സ്റ്റാളിൽ നിന്ന് കമ്മീഷൻ ഉള്ളതുകൊണ്ടല്ല, വില കുറഞ്ഞു കിട്ടും എന്നതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അവിടുന്ന് തന്നെ വാങ്ങണം എന്ന് നിർബന്ധമില്ലേനും. എന്തായാലും യൂസുഫ് നബിയുടെ കഥ വായിക്കണം. ജ്യേഷ്ഠനും അഞ്ചനും ഉണ്ടൂലെങ്കിൽ 10 റുപ്യ കൊടുത്താൽ കിട്ടും. 10 എന്നുള്ളൊരു ഉദാഹരണമാണ്. ഇനി കടയിൽ ചെന്നിട്ട് 10ന് കിട്ടിയില്ലല്ലോ അറിഞ്ഞാണ്ട് ഫോൺ ചെയ്യാനൊന്നും നിൽക്കണ്ട, ചെറിയ വിലക്ക് കിട്ടും എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണ്. യൂസുഫ് നബിയുടെ കഥ വായിക്കണം. ജ്യേഷ്ഠനും അഞ്ചനും ഉണ്ടൂലെങ്കിൽ യൂസുഫ് നബിയുടെ കഥ വായിക്കണം. എന്താ കഥ? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ 9 കാരണന്മാരും കൂടിയിട്ട് മൂപ്പരെ കിണറ്റിക്കിടാൻ വേണ്ടി കൊണ്ടുപോയത് കൊല്ലാൻ തന്നെയായിരുന്നു. മിസ്ർ പോയിട്ട് രാജാവാകാനല്ല, കൊല്ലാൻ കൊണ്ടുപോയിട്ട് തന്നെയാണ്. മൂപ്പര് മരിച്ചില്ല എന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷെ ഓല് കൊല്ലാട്ട തന്നെയാണ്. കൊന്നു, മരണപ്പെട്ടു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കിണറ്റിക്കിട്ടതിന് ശേഷം അവർ ഒരു വലിയ പാറക്കല്ല് മേലെ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. കൊല്ലാൻ തന്നെയാണ് ഇട്ടത്. ജിബ്രീൽ അലൈഹിസ്സലാം അടിയിൽ ചെന്ന് സംരക്ഷണം ഏർപ്പെടുത്തി. കച്ചവടം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ഒരു സംഘം വെള്ളം കോരാൻ വേണ്ടി വള്ളിയിറക്കിയപ്പോൾ യൂസുഫ് നബി അതിൽ പിടിച്ചു. അങ്ങനെ വള്ളിമക്കൂടെ കയറി മുമ്പ് മിസ്റിൽ പോയി കുറെ കാലം ജയിലിൽ കിടന്നു. പിന്നീട് മിസ്റിലെ രാജാവായതിനു ശേഷം ഒരിക്കൽ തൻ്റെ ജ്യേഷ്ഠന്മാര്
യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാൻ വേണ്ടി ചെല്ലുന്ന ഒരു രംഗം യൂസുഫ് നബിയുടെ താരീഖിലുണ്ട്. 9 കാരണന്മാരും കൂടിയിട്ട് ഒരു ദിവസം യൂസുഫ് നബിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. കാരണന്മാർ വന്ന ദിവസം യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നില്ല എന്നാണ് ബഹുമാനിച്ചിട്ട്. ആര്? കിണറ്റിക്കിട്ട അതേ ആൾക്കാർ, വേറെ ആൾക്കാരല്ല, ഫോട്ടോസ്റ്റാറ്റ് അല്ല, ഒറിജിനലാ വന്നത്. ആ കിണറ്റിക്കിട്ട അതേ ആൾക്കാർ, അതേ ആളുകളാണ് വന്നത്. 9 പേര്. അവർ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാൻ വന്ന ദിവസം മഹാനായ സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാം തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നില്ല. ജ്യേഷ്ഠന്മാരെ ബഹുമാനിച്ചിട്ട് ആ മനുഷ്യൻ ചെല്ലിനോടത്ത് പിന്നെ മുതലുണ്ടായില്ലെങ്കിലല്ലേ അത്ഭുതം ഉണ്ടാവുമല്ലോ. മൂപ്പര് ചെല്ലിനോടത്ത് എങ്ങനെ പൈസ ഇല്ലാതിരിക്കുക? അതന്നെ. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ വായിക്കണം. ജ്യേഷ്ഠനഞ്ചനും ഉണ്ടില്ലെങ്കിൽ ഒരിക്കൽ വായിച്ചിട്ട് പോയി സലാം പറയാൻ തോന്നണില്ലെങ്കിൽ പിന്നെയും വായിക്കണം. എപ്പോഴാ പോയിട്ട് അസ്സലാം അലൈക്കും ഒന്നും വിചാരിക്കണ്ടട്ടോ എന്ന് പറയാൻ തോന്നുന്നത് അത്രയും പ്രാവശ്യം വായിക്കണം. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമിന്റെ താരീഖ് വായിക്കണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. ബന്ധു എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും മകൻ കൻആനിന്റെയും കഥ പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് സൂറത്ത് ഹൂദിൽ പറഞ്ഞിട്ടുണ്ട്. കൻആൻ എന്ന പേരായ മകന്റെയും നൂഹ് നബിയുടെയും കഥ. കപ്പലുണ്ടാക്കി മഹാനായ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം. അങ്ങനെ വിശ്വസിച്ച ആളുകളോടൊക്കെ കപ്പലിൽ കയറാൻ വേണ്ടി നിർദ്ദേശിച്ചു. എല്ലാരും കയറി, മകൻ മാത്രം കയറിയില്ല. കപ്പലിൽ നിന്ന് വാപ്പ മോനെ വിളിച്ചു, യാ ബുനയ്യർകം മാനാ വലാ തകും മഅൽ കാഫിരീൻ, കുഞ്ഞിമോനെ ഈ കപ്പലിൽ കയറി, കാഫിരീങ്ങളോടൊപ്പം നീ പെട്ടുപോകരുത് എന്ന് പറഞ്ഞു. മകൻ പറഞ്ഞു, വാപ്പ ഞാൻ കയറുന്നില്ല, ഞാൻ ഏതെങ്കിലും മലകളിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാം എന്ന് മറുപടി പറഞ്ഞു. സആവീലാ ജബലിൻ യാസിമുനി മിനൽ മാഇ, വെള്ളത്തെ തൊട്ട് എന്നെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും മലയിലേക്ക് ഞാൻ കയറിക്കൊള്ളാം. വാപ്പ പറഞ്ഞു, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹിം, ഇന്ന് അല്ലാഹുവിന്റെ ശിക്ഷയെ തൊട്ട് അവന്റെ പ്രത്യേക വാത്സല്യമുള്ളവർക്കല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് മോനെ ഈ കപ്പൽ കയറിക്കോ, വേറൊരു വയ്യൂല്ല എന്ന് പറഞ്ഞു. സത്യത്തില് അവിടെ ഒരു മല ഉണ്ടായിരുന്നില്ല എന്നാണ്. ഒരു മല കണ്ടിട്ട് പറയുകയാണെങ്കിൽ തരക്കടില്ല, ഞാൻ ഈ മരമ കയറിക്കൊണ്ട് ബാപ്പ പെയ്ക്കോളിന്ന്. സത്യത്തിൽ അവിടെ ഒരു മലയില്ല. അവിടെ ഒരു മല ഉണ്ടായിരുന്നുവെങ്കിൽ സആവി ഇലൽ ജബലി എന്നാണ് പറയാ. അലിഫ്ലാമുള്ള ജബല പറയാ. ജബൽ എന്ന് പറഞ്ഞാൽ ഏതോ മല എന്നാണ്. അൽ ജബൽ എന്ന് പറഞ്ഞാൽ ഈ മല എന്നാണ്. റജുൽ എന്ന് പറഞ്ഞാൽ ഏതോ മനുഷ്യൻ എന്നാണ്. അറജുൽ എന്ന് പറഞ്ഞാൽ പുതിയാപ്പിള എന്നാണ്. ഏത് പുതിയാപ്പിള? മനുഷ്യൻ അങ്ങോട്ട് നോക്കി എന്ന് പറയില്ല, ആ മനുഷ്യനാണ് ഏത്? അറജുല്. റജുല് എന്ന് പറഞ്ഞാൽ റോട്ടുമ്മ കൂടെ പോണ ഏതോ മനുഷ്യൻ എന്നാണ്. അലിഫ്ലാം ചേർന്നാൽ അവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് വരും. സആവി ഇലാ ജബലിൻ എന്നാണ്, ഇലൽ ജബലി എന്നല്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാകുന്നുണ്ട് അവിടെ ഒരു മലയില്ല. പിന്നെന്താ പ്രശ്നം? ഓന് കയറാൻ തോന്നണില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. മനുഷ്യനാണ് തോന്നണ്ട കയറാൻ, ഓനാണ്ട് കയറാൻ തോന്നണില്ല. എന്താ കാട്ടുക? ഞാൻ കയറണില്ല പറഞ്ഞു. വാപ്പ ആകുന്ന തരത്തിൽ പറഞ്ഞു, മോനെ കയറിക്കോ, വേറെ വയ്യൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു. ആ വേണ്ട, ഞാൻ മലമ കയറിക്കൊണ്ട് കയറും. അങ്ങനെ വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ, വാപ്പാന്റെയും മകന്റെയും ഇടയിൽ തിരമാലകൾ മറയിട്ടു. വെള്ളം വന്നു, കപ്പൽ പൊന്തി. വാപ്പയുടെയും മകന്റെയും ഇടയിൽ തിരമാലകൾ മറയിട്ട് പരസ്പരം കാണാതെയായി. വകാന മിനൽ മുഗ്റഖീൻ, മകൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. കുറെ ദിവസം കപ്പൽ ഓടി നടന്നു. ഭൂമിയോട് വെള്ളത്തെ വിഴുങ്ങാനും ആകാശത്തോട് വെള്ളത്തെ പിടിച്ചു നിർത്താനും അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. വഖീല യാ അർദു ബിലഈ മാഅകി വയാ സമാഉ വഖിലി, ആകാശമേ നീ നിന്റെ വെള്ളത്തെ പിടിച്ചു നിർത്ത്, ഭൂമിയെ നീ നിന്റെ വെള്ളത്തെ വിഴുങ്ങ് എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് കൽപ്പനയുണ്ടായി.
അങ്ങനെ വെള്ളം താഴേക്ക് പോയി. ഒരു മലയുടെ മുകൾ ഭാഗത്ത്, ജൂതി എന്ന പേരായ ഒരു മലയുടെ മുകൾ ഭാഗത്ത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ നിന്നു. സയ്യിദുനാ നൂഹ് അലൈഹി ഇസ്ലാം കപ്പലിൽ നിന്ന് താഴെ ഇറങ്ങി. ഒരു സന്തോഷവും ഉണ്ടായിരുന്നു, ഒരു ദുഃഖവും ഉണ്ടായിരുന്നു. സന്തോഷം എന്താ വെച്ചാല് കുറെ ആൾക്കാർ കളിയാക്കിയിരുന്നു കപ്പലുണ്ടാക്കുമ്പോ, എന്തിനാ നൂഹ ഈ പൊട്ടത്തരം, വല്ല കടൽക്കരയിലും കൊണ്ടുപോയി ഉണ്ടാക്കുകയാണെങ്കിൽ മീൻ പിടിച്ചാലും ചെയ്യായിരുന്നു, ഈ മലന്റെ ചോട്ടിൽ കപ്പലുണ്ടാക്കിയിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കളിയാക്കിയിരുന്നു. ഇനി കളിയാക്കൂലല്ലോ. ഇതാണ് സന്തോഷം. ദുഃഖം എന്താന്ന് ചോദിച്ചാൽ സംഭവമൊക്കെ വളരെ ഉഷാറായിട്ടുണ്ട്, പക്ഷെ മകൻ മരിച്ചു. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോടൊരു ചോദ്യം ചോദിച്ചു. യാ റബ്ബി, എൻ്റെ പടച്ചോനെ, ഇന്നബിനി, എൻ്റെ മോനിൻ്റെ കുടുംബക്കാരനല്ലേ എന്ന് ചോദിച്ചു. ഇന്നബിനി റബ്ബി ഇന്നബിനി മിൻ അഹ്ലി വ ഇന്ന വഅദകൽ ഹഖ് വ അൻത അഹ്കമുൽ ഹാകിമീൻ. അല്ലാഹുവേ, എൻ്റെ മകൻ എൻ്റെ ബന്ധുവല്ലേ, നിന്റെ വാഗ്ദാനം അല്ലാഹ് സത്യമല്ലേ, നീ എന്നോട് കുടുംബത്തെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിരുന്നുവല്ലോ, അതുകൊണ്ട് എൻ്റെ മകൻ എൻ്റെ കുടുംബമല്ലേ, എന്നിട്ടെന്താണ് അവന് സംരക്ഷണം ഉണ്ടാവാതിരുന്നത്, അവൻ മരിച്ചിട്ടുണ്ടല്ല റബ്ബേ എന്ന് മഹാനായ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു. അപ്പൊ അള്ളാഹു തആല അതിനൊരു മറുപടി പറഞ്ഞു. ഇന്നഹു ലൈസ മിൻ അഹ്ലിക, നൂഹേ, ഓന്റെ കുടുംബം ഒന്നല്ലട്ടോ. ഇന്നഹു ലൈസ മിൻ അഹ്ലിക, ഓൻ എൻ്റെ കുടുംബം ഒന്നല്ലട്ടോ. ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്, അവൻ സൽക്കർമ്മം ചെയ്യാത്തവനല്ലേ. ഫലാ തസ്അൽനി, നൂഹേ ചോദിക്കരുത് ട്ടോ. മാ ലൈസ ലക ബി ഇൽമുൻ, വിവരമില്ലാത്തത് ചോദിക്കരുത് ട്ടോ. ഇന്നി അഅദുക അൻ തകൂന മിനൽ ജാഹിലീൻ, നീ വിവരമില്ലാത്തത് ചോദിച്ചാലേ വിഡ്ഢികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്ന് അള്ളാഹു നൂഹ് നബിയോട് പറഞ്ഞു. സംഗതി മകനാണ് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ കുടുംബമല്ലാന്ന് പറഞ്ഞു അള്ളാഹു തആല. മകനായതുകൊണ്ട് കുടുംബാവൂല, മകളായതുകൊണ്ടും കുടുംബാവൂല. മുതലൊരുക്കുമ്പോ കിട്ടുന്നേ ഉള്ളൂ. ഈ കുടുംബം തന്നെ ഇവിടുത്തെ കുടുംബമല്ല, അത് ആഖിറത്തിലെ കുടുംബം, സ്വർഗാവകാശിയുടെ കുടുംബം സ്വർഗാവകാശിയാണ്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ. സ്വർഗാവകാശിയുടെ കുടുംബക്കാരൻ സ്വർഗാവകാശിയാണ്, നരകാവകാശിയുടെ കുടുംബക്കാരൻ നരകാവകാശിയാണ്. അതുകൊണ്ട് സ്വാലിഹീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് സ്വാലിഹീങ്ങളോടായിരിക്കണം.